സോ ഡെറിവേറ്റീവ്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ദെൻ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നടന്നതാണ്. ഓക്കെ, ആദ്യം സിമ്പിൾ വർക്കിന് തുടങ്ങാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ കാണാനാണ്. ഓക്കെ, ഇ റേസ് ടു എക്സ് ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം എന്ത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ നമുക്കിവിടെ എക്സിന് പകരം എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ എന്നാണുള്ളത് ആണല്ലോ. സോ ഇ റേസ് ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അതായത് ചെയിൻ റൂൾ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്താണ്? ഇ റേസ് ടു എക്സ് സ്ക്വയർ ഉണ്ട് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം എക്സ് റേസ് ടു എൻ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ് അല്ലേ? അപ്പോൾ എൻ എന്ന് പറയുമ്പോൾ ടു, എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ടു മൈനസ് വൺ. ടു മൈനസ് വൺ എന്താണ്? വൺ ആണ്. സോ വൺ റേസ് ടു എക്സ് റേസ് ടു വൺ എന്ന് പറയുമ്പോൾ എക്സ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു ടു എക്സ് ഇൻറ്റു അപ്പോൾ ആൻസർ എന്താണ്? ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയർ ആണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതെങ്ങനെ ചെയ്തത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യണത്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടു എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. രണ്ടും കൂടി മിങ്കിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് സ്ക്വയറും ദെൻ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു ഇൻറ്റു എക്സും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ദെൻ ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കിയാൽ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ടാൻ എക്സ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്താണെന്ന ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ
സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് കാണാനാണ്. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ഇൻറ്റു, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്, ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ ദെൻ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ദെൻ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ടാൻ എക്സ് ആണ്. സോ ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ടാൻ എക്സ് ആണ്. ഓക്കെ, then tan x into d by dx of sin x cos x plus sin x into d by dx of tan x എന്താണ്? 6 square x. ഓക്കെ, അപ്പോൾ tan x പറഞ്ഞാൽ എന്താണ്? sin x ഡിവൈഡഡ് ബൈ cos x ആണ്. ദെൻ ഇവിടെ ഒരു cos x ഉണ്ട്, cos x ഉം ക്യാൻസൽ ആയി. ദെൻ sin x എന്ന് പറയുന്നത് എന്താണ്? sin x 6 square x എന്ന് പറയുന്നത് 1 by sin square x ആണ്. സോ ഒരു സൈൻ എക്സും ഈ സൈൻ എക്സും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈൻ എക്സ് പ്ലസ് 1 ബൈ സൈൻ എക്സ് എന്ത് വരും? കൊസീക് എക്സ്. ആൻസർ എന്താന്ന് നോക്കി. അപ്പോൾ ആൻസറിൽ കൊടുത്തിട്ടുള്ള നോക്കിയേ. നമുക്കിപ്പോൾ കിട്ടിയത് സൈൻ എക്സ് പ്ലസ് കൊസീക് എക്സ് എന്നാണ്. നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഓപ്ഷനിൽ എന്തില്ല? സൈൻ എക്സ് പ്ലസ് കൊസീക് എക്സ് എന്നുള്ളൊരു ടേം ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത്, ഇവിടെ കൺക്ലൂഷൻ ചെയ്തത് ഇങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, ഞാൻ പറയാം. സോറി, എൻ്റെ അടുത്ത് തെറ്റിപ്പോയതാണ്. 6x എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ cos square x അല്ലേ? അപ്പോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ദെൻ അപ്പോൾ ഇവിടെ ഈ സൈൻ എക്സ് എങ്ങനെ ക്യാൻസൽ ആയി പോവില്ല. ഓക്കെ, മാറിപ്പോയതാണ്. സോറി, സൈൻ എക്സ് ഇൻറ്റു 1 ബൈ 6 സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ 1 ബൈ കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഇതിനെ പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലാസ്റ്റ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തായി? ടാൻ എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ് സീക്ക് എക്സ്. ഇനി ഓപ്ഷനിലേക്ക് നോക്കിയേ.
സോറി, ഞാൻ സിക്സ് സ്ക്വയർ എക്സ് എഴുതിയത് മാറിപ്പോയതുകൊണ്ടാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റാതായത്. സോറി. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ നോക്കി, ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കെ, സൈൻ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ആണ് നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഞാൻ ചെയ്തത് കാണിക്കാം. നമുക്ക് ഡിവൈഡ് എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുന്നത് എന്തായി? കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സിക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് വന്നു. ഓക്കെ, ഇവിടെ ടാനിനെ മാറ്റിയിട്ട് നമ്മൾ സൈൻ ബൈ കോസ് എന്ന് എഴുതി. സോ കോസും കോസും ക്യാൻസൽ ആയി പോയി. ദെൻ ബാക്കി സൈൻ എക്സ് വന്നു. ദെൻ സെക്കൻഡ് ടേമിലെ സിക്സ് സ്ക്വയറിനെ വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. സോ സൈൻ എക്സും അത് വൺ ബൈ കോസ് സ്ക്വയർ എക്സിൽ ഒരു കോസ് എക്സും കൂടി കൂടിയിട്ട് അത് ടാൻ എക്സ് ആയി. ബാക്കി വൺ ബൈ കോസ് എക്സ് ആണ് ഉണ്ടാവുന്നത്. വൺ ബൈ കോസ് എക്സ് ബാക്കിയുള്ള ഈ വൺ ബൈ കോസ് എക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സൈൻ എക്സ് ക്യൂബ് കോസ് എക്സ് സ്ക്വയർ എന്താണെന്നാണ് ക്വസ്റ്റ്യന്. സെയിം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷന് സൈൻ എക്സ് ക്യൂബും സെക്കൻഡ് ഫംഗ്ഷന് കോസ് എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കാം. ദെൻ എന്തൊക്കെയും വരിക, ഡെറിവേറ്റീവ് എങ്ങനെയാ വരുന്നത്? സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് ക്യൂബ് ഇൻറ്റു എന്ത് വരും? എക്സ് ക്യൂബിന്റെ ഡെറിവേഷൻ എന്താണ്? ഇൻറ്റു 3x സ്ക്വയർ. ഓക്കെ, പ്ലസ് ദെൻ ഫസ്റ്റ് ഫംഗ്ഷന് സൈൻ എക്സ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് സ്ക്വയർ പറയുമ്പോൾ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് സ്ക്വയർ പറയുമ്പോൾ മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x. ഓക്കെ, നമുക്ക് ഫൈനൽ എന്താ കിട്ടിയത്? 3x സ്ക്വയർ കോസ് എക്സ് സ്ക്വയർ കോസ് എക്സ് ക്യൂബ് പ്ലസ് 2x ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് മൈനസ് സൈൻ എക്സ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ആൻസറിൽ ഉണ്ടോ നോക്കാതെ 3x സ്ക്വയർ കോസ് എക്സ് സ്ക്വയർ കോസ് എക്സ് ക്യൂബ് പ്ലസ് 2 സൈൻ എക്സ് ക്യൂബ് സൈൻ എക്സ് സ്ക്വയർ. ഓക്കെ, ആൻസർ ആണ് തന്നിട്ടുള്ളത്, ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പൊ നോക്കിയാ ഫൈനൽ ആൻസർ ആയിട്ട് എന്ത് വരും? ഇവിടെയുള്ള മൈനസ് എന്താവും? ഫൈനലായിട്ട് ഇവിടെ ചെയ്ത് കിട്ടുന്നു. സോ ആൻസർ ഈസ് 3x² cos x² sin x³ into sin x². ഓക്കെ. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്തതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ക്യൂബും ജി ഓഫ് എക്സ് കോസ് എക്സ് സ്ക്വയർ എടുത്തു. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് 3x² ഇൻറ്റു കോസ് എക്സ് ക്യൂബ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 2x ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ ആണ്. ദെൻ മെയിൻ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? 3x² ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ കോസ് എക്സ് ക്യൂബ് മൈനസ് 2x ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് സൈൻ എക്സ് സ്ക്വയർ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. സിമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. Okay, what is the value of d by dx of a raised to x divided by a raised to x? Okay. അപ്പൊ ഇവിടെ എന്താണ്? ഡിവിഷൻ ആണ് വന്നിട്ടുള്ളത്. ഡിവിഷനിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? d by dx of a raised to x divided by a raised to x. Okay. Then നമ്മൾ ക്വോഷ്യൻ റൂളിൽ എന്താ പറയുന്നത്? ക്വോഷ്യൻ റൂളിൽ പറയുന്നത് എന്താണ്? d by dx of f of x divided by g of x second function into derivative of first function minus first function into derivative of second function all divided by second function whole square. ഇതാണ് നമ്മൾ പറയുന്ന കാര്യം. ദെൻ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുക. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഫസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എ റേസ് ടു എക്സ്. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്താണ്? എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഓക്കെ. മൈനസ് എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് സ്ക്വയർ. ഓക്കെ. നോക്കിയേ, നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇതിലും എന്തുണ്ട്? രണ്ട് ടേമിലും ഇ റേസ് ടു എക്സ് എന്താണ്? കോമൺ ആണ്. സോ കോമൺ ആയിട്ടുള്ള ഇ റേസ് ടു എക്സ് നമ്മൾ എന്തായിരിക്കും? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. സോ നമുക്ക് ആൻസർ എന്ത് വരും? ഇ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു എക്സ് ലോഗ് എ മൈനസ് എ റേസ് ടു എക്സ്. നമുക്ക് എന്താ അറിയാം? എ റേസ് ടു എക്സും എന്താണ്? കോമൺ തന്നെയാണ് അല്ലെ? സോ നമുക്ക് എ റേസ് ടു എക്സും ഇവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ ഇവിടെ എ റേസ് ടു എക്സിന്റെ ആവശ്യമില്ല രണ്ട് ടേമിലും.
എ റേസ് ടു എക്സും സോറി എ റേസ് ടു എക്സും എ റേസ് ടു എക്സും എന്താണ് കോമൺ ആണ് രണ്ട് ടേമിലും. സോ ഇവിടെ രണ്ട് ടേമിൽ നിന്നും എ റേസ് ടു എക്സ് പോകുമ്പോൾ ലോഗ് എ മൈനസ് ഇ റേസ് ടു, സോ ലോഗ് എ മൈനസ് 1 എന്ന് വരും. ഡിവൈഡ് ബൈ താഴെ എന്തുണ്ട് എ റേസ് ടു എക്സ് ഹോൾ സ്ക്വയർ എന്നുണ്ട് അല്ലെ. എ റേസ് ടു എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഒരു എ റേസ് ടു എക്സും ഇവിടെയുള്ള എ റേസ് ടു എക്സും കൂടി എന്തായി ക്യാൻസൽ ആയി പോയി. ബാക്കി ഫൈനലി നമുക്ക് എന്ത് വന്നു എ റേസ് ടു എക്സ് ഇൻറ്റു ലോ സോറി എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എ റേസ് ടു എക്സിന്റെ ലോഗ് എ മൈനസ് 1. ആൻസർ ഉണ്ടോ നോക്കാം നമുക്ക്. തേർഡ് ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. തേർഡ് ഓപ്ഷനിൽ എന്താ പറയണത് എ റേസ് ടു എക്സ് ഇൻറ്റു നാച്ചുറൽ ലോഗരിതം എ, അതായത് നമ്മൾ ലോഗ് ആക്കിയിട്ട് എടുക്കുന്നു എ മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റേസ് ടു എക്സ്. ആ ആൻസർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചെയ്തത് ശരിയാണോ എന്നുള്ളത് എക്സ്പ്ലനേഷനിൽ നോക്കാം. ഓക്കെ, നമ്മൾ ചെയ്ത ആൻസർ എന്തിലുണ്ട് ഓപ്ഷനിലുണ്ട്. ഇനി അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്പ്ലനേഷനിൽ നോക്കിക്കാം എന്താ പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എ റേസ് ടു എക്സ് ആണ്. ഇവിടുത്തെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, സോറി. അപ്പോൾ x into d by dx of a raised to x into d by dx of a raised to x divided by a raised to x എന്ന് പറയുന്നത് a raised to x into log a, then minus a raised to x into a raised to x into derivative എന്ന് പറയുമ്പോൾ a raised to x divided by a raised to x whole square. Then a raised to x ഉം a raised to x ഉം പുറത്തേക്ക് എടുത്തു. Then a raised to x square ഉള്ള ഒരു a raised to x ഉം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത a raised to x ഉം ഒന്നും ക്യാൻസൽ ആയി. സോ ഡിനോമിനേറ്ററിൽ ഒരു എ റൈസ് ടു എക്സും ന്യൂമറിലേറ്ററിൽ ഒരു എ റൈസ് ടു എക്സും ആണുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എക്സ് എന്ന് ഫൈനലായിട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 3 നാച്ചുറൽ ലോഗരിതം 3 by x? Okay. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെയും ഡെറിവേറ്റീവ് ആണ് കേട്ടോ ചോദിക്കുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് നാച്ചുറൽ ലോഗരിതം ലോഗ് 3/x ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അതൊരു ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി ഇപ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് 3/x എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താണ്? 1/x ആണ്. ഇവിടെ എക്സിന് പകരം എന്താ ഉള്ളത്? 3/x ആണ്. അപ്പൊ 1/x എന്ന് പറയുമ്പോ എന്ത് വരും? 1/x എന്ന് പറയുമ്പോ എന്താണ്? x/3 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം?
എക്സ് ബൈ 3. log xന്റെ ഡെറിവേറ്റീവ് എക്സ് ബൈ 3 ആണ്. ദെൻ ഡെറിവേറ്റീവ് ഓഫ് 3/x കൂടി കാണണം. അപ്പൊ ഡെറിവേറ്റീവ് എഴുതി കാണിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് log 3/x into d by dx of 3/x. ഓക്കെ, അപ്പൊ നമുക്ക് d by dx of log 3/x എന്ന് പറയുന്നത് എന്താ എഴുതാം? 1/3/x അല്ലെ? 3/x എന്ന് എഴുതാം. ഇൻറ്റു d by dx of 3/x എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു d by dx of 1/x എന്താണ്? 1/x എന്ന് പറയുമ്പോൾ 1/x നമുക്ക് എന്ത് ചെയ്താം? x raised to -1. ഓക്കെ, അപ്പോൾ x raised to n-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു x raised to n-1 ആണ്. അപ്പൊ ഇതിൽ പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താവും? n എന്ന് പറയുന്നത് -1 ആണ്. ദെൻ x raised to n -1 അപ്പൊ എന്തായി? ഈക്വൽ ടു മൈനസ് x raised to -2 ദാറ്റ് ഈസ് -1/x² എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -1/x². ഓക്കെ, അപ്പൊ 1/3/x നമുക്ക് എന്ത് എഴുതാം? x/3 എന്ന് എഴുതാം. റെസിപ്രോക്കൽ മുകളിൽ പോകുമ്പോ ഓക്കെ, ഇൻറ്റു 3 ഇൻറ്റു -1/x². ഓക്കെ, അപ്പോ ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്, ന്യൂമറേറ്ററിൽ ഒരു 3 ഉണ്ട്. ഓക്കെ, ദെൻ ന്യൂമറേറ്ററിൽ ഒരു എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഒരു x² ഉണ്ട്. അതിലുള്ള ഒരു എക്സും ക്യാൻസൽ ആയി പോയി. ബാക്കി നമുക്ക് എന്ത് ആൻസർ കിട്ടും? -1/x എന്ന് ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പ്ലനേഷനിൽ പറയുന്നത് നോക്കിയേ. എക്സ്പ്ലനേഷനിൽ എന്താ തന്നതെന്ന് നോക്കിയേ. d by dx of log 3/x എന്ന് പറയുമ്പോൾ 1/3/x into d by dx of 3/x. അപ്പൊ 1/3/x-നെയാണ് നമ്മൾ എന്താ ചെയ്തത്? x/3 എന്ന് എഴുതി. സോ 3/x-നെ 3 into ഡെറിവേറ്റീവ് ഓഫ് 1/x എന്ന് പറയുന്നത് -1/x². ഓക്കെ, അപ്പൊ 3യും 3യും ക്യാൻസലായി, ഒരു എക്സും ഒരു എക്സും ക്യാൻസലായി. ദെൻ ഫൈനൽ ആൻസർ ഈസ് -1/x. സോ ആൻസർ ഈസ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദ ഡെറിവേറ്റീവ് ഓഫ് log e raised to x എന്താണ്? നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ? നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് d by dx of log e raised to x. ഞാൻ നാച്ചുറൽ ലോഗരിതമിന് പകരം log ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അറിയാ? ലോഗും എക്സ്പോണൻഷ്യലും തമ്മിൽ ക്യാൻസൽ ആയി പോകുന്ന ഒരു ടേം ആണ്. മീൻസ് റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകുന്ന പോലെ ക്യാൻസൽ ആയി പോകുന്ന രണ്ട് സംഭവമാണ് ലോഗരിതമും എക്സ്പോണൻഷ്യലും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ എന്തായിരിക്കും? 1 ആണ്. സോ log e raised to x എന്ന് പറയുന്നത് 1 ആണ്. സോ d by dx എന്ന് പറയുമ്പോൾ d by dx of 1 എന്ന് പറയുമ്പോൾ സോറി d by dx of ലോഗും നമ്മൾ എന്താ പറഞ്ഞ ലോഗും എക്സ്പോണൻഷ്യലും ക്യാൻസൽ ആയി പോകുന്ന രണ്ട് ടേംസ് ആണ്. സോ d by dx log e raised to x എന്ന് പറയുമ്പോൾ എന്താണ്? x ആണ്. എക്സ്പോണൻഷ്യലും ലോഗും ആണ് എന്തായത്? ക്യാൻസൽ ആയി പോയത്. സോ ബാക്കി x ഉണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? d by dx of x. d by dx of x എന്താണ്? n എത്രയാണ്? 1. 1 into 1 minus 1 എന്ന് പറയുമ്പോൾ എന്താണ്? 1 into x raised to 0. x raised to 0 എന്താണ്? 1 ആണ്. 1 into 1 1. ഓക്കെ,
ഫൈനൽ ആൻസർ ഈസ് 1 ആണ്. നമുക്ക് എക്സ്പ്ലനേഷനിൽ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പ്ലനേഷനില് ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണെന്ന് നമുക്കറിയാം. വി നോ ദാറ്റ് ലോഗ് എക്സ് ഈക്വൽ ടു എക്സ്, ദെൻ ഡിവൈഡ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഫൈനൽ ആൻസർ ഈസ് 1 കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണ് ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഞാൻ കാണിക്കാം. നമുക്ക് എന്ത് എഴുതാം? ഇ റൈസ് ടു സൈൻ എക്സ് പ്ലസ് ഇ റൈസ് ടു കോസ് എക്സ് ആണ്. സോ രണ്ടിനും ഇ റൈസ് ടു എക്സ് ഒന്ന് കോമൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഓക്കെ, then നമുക്ക് എന്ത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സൈൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഓക്കെ, പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, ദെൻ രണ്ട് ടേമിൽ എന്ത് വന്നു? ഇ റൈസ് ടു എക്സ് കോമൺ വന്നു. ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, സോ മൈനസ് സൈൻ എക്സും പ്ലസ് സൈൻ എക്സും കൂടി ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ ഉള്ളത്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ടു കോസ് എക്സ്. നമുക്ക് കിട്ടിയത് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് ആണോ നമുക്ക് എക്സ്പ്ലനേഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിവൈഡ് എക്സ് ഓഫ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ്, then e raised to x into sin x plus ഉള്ളത് e raised to x into d by dx of sin x plus sin x into d by dx of e raised to x. അതായത് എന്താ ചെയ്തത്? e raised to x മാറ്റി എടുത്തിട്ട് വെറും 2 ടേം ആക്കിയിട്ടാണ് ചെയ്തത്. സെയിം പോസിബിളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, then e raised to sin x plus e raised to cos x എന്ന് പറയുന്നത് എന്ത് കിട്ടി? e raised to ഫസ്റ്റ് ടേമിന്റെ ഇ റൈസ് ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടി. ദെൻ സെക്കൻഡ് ടേമിന്റെ ഇ റൈസ് ടു എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് എടുത്ത് ഇവിടെ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതി. ദെൻ e raised to x into sin cos x into e raised to x, then minus e raised to x sin x plus e raised to x sin s cancel ആയി. so e raised to x e raised into cos x plus e raised to x into cos x രണ്ട്
ഇ റൈസ് ടു എക്സ് കോസ് എക്സ് ടേമുകൾ വന്നു. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് ടേം ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഐ തിങ്ക് ഞാൻ ചെയ്തതുപോലെ ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0? എക്സ് ഈക്വൽ ടു 0 ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്താണ്, ടാൻ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണണം. ഓക്കെ, ഇ റൈസ് എന്താണ്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ് നമുക്ക് കാണാനുള്ളത്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഒരു ഇലൈറ്റ് റൂൾ പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ ഡിഫറൻഷിയേഷനിലും ഇൻഡിക്കേഷനിലും വരുന്നുണ്ട്. ഇലൈറ്റ് റൂളിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഇവിടെ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും കോഷ്യൻ റൂളിന്റെ ആയാലും പ്രൊഡക്റ്റ് റൂളിലായാലും ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഏത് ഫംഗ്ഷനെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കേണ്ടത്, ഏത് ഫംഗ്ഷനെയാണ് സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി എടുക്കേണ്ടത് എന്നുള്ളത് പറയുന്ന ഒരു റൂളാണ് ഇലൈറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള രീതിയിൽ തന്ന ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വരുന്നത് ആരാണോ സെക്കൻഡ് വരുന്നത് ആരാണോ എന്നുള്ളൊരു മെത്തേഡിലല്ല നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ഡിസൈഡ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഇലൈറ്റ് റൂളിന്റെ ഒരു ഇതിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇലൈറ്റ് റൂളിൽ പറയുന്നത് ഇലൈറ്റ് റൂളിൽ പറയുന്നത് ഐ എന്ന് പറയുന്നത് ഇൻവേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എൽ എന്ന് പറയുന്നത് ലോഗരിതമാണ്. എ എന്ന് പറയുന്നത് ഓൾജിബ്രയാണ്. ദെൻ ടി എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി. ദെൻ ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ. ഓക്കെ, അപ്പോ ഓരോ ടേം എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമ്മള് ഈ ഒരു ഓർഡറിലാണ് ഫസ്റ്റ് ഫംഗ്ഷനെയും സെക്കൻഡ് ഫംഗ്ഷനെയും നമ്മൾ എന്താക്കുന്നത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ്, അതായത് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ടാൻ എക്സ് എന്ന് പറയുന്നത് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുമാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ആണ്. പക്ഷെ ഈ ഒരു ഇലൈറ്റ് റൂളില് എക്സ്പോണൻഷ്യൽ വരുന്നത് എവിടെയാണ്, ലാസ്റ്റിലാണ്. അതിന്റെ മുന്നെയാണ് എന്ത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, ടാൻ എക്സിനെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇലൈറ്റ് റൂളിൽ പറയുന്നതിനനുസരിച്ച് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്താക്കുന്നത്, ഫംഗ്ഷനെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഓർഡറിൽ ഫസ്റ്റ് വരുന്ന ആളെയാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഓർഡറിൽ ട്രിഗ്നോമെട്രി ആണ് എക്സ്പോണൻഷ്യലിനേക്കാൾ മുന്നേ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ട്രിഗ്നോമെട്രി ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കിയിട്ടും സെക്കൻഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് എക്സ്പോണൻഷ്യലിനെയാണ് എടുക്കേണ്ടത്. അത് പറയുന്ന ഒരു റൂളാണ് ഇലൈറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് കാണാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കിയിട്ട് ടാൻ എക്സിനെയും സെക്കൻഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് ഇ റൈസ് ടു എക്സിനെയും ഡിസൈഡ് ചെയ്തു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫംഗ്ഷന്റെ നമുക്ക് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സിക്സ് സ്ക്വയർ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സോറി, ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് ആദ്യം മാറ്റി എഴുതാം.
എന്നിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ e raised to x നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ദെൻ 6 square x പ്ലസ് 10x. ഓക്കെ, ദെൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? at x equal to 0 ല് സോറി at x equal to 0 ല് e raised to x into tan x ന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ at x equal to 0 ല് d by dx of e raised to x into tan x. അപ്പം ഇനി x ന് നമ്മൾ എന്ത് ചെയ്യും? 0 പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ e raised to 0 into 6 square 0. 6 square 0 എന്താണ്? 0 എന്താണ്? 1 ആണ്. സോ 6 square 0 എന്താണ്? 1 ആണ്. tan 0 എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ e raised to 0 1 into 6 square 0 1 പ്ലസ് 0. അപ്പോൾ ആൻസർ, ഫൈനൽ ആൻസർ 1 നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് എക്സ്പ്ലനേഷനിൽ നോക്കാം. എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ e raised to x ഫസ്റ്റ് ടൈം e raised to x ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എല്ലാ സമയത്തും അത് വർക്ക് ആവാത്തത് കൊണ്ടാണ് ലൈറ്റ് റൂൾ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്ത് tan x into d by dx of e raised to x, e raised to x into d by dx of tan x, then tan x into e raised d by dx of e raised to x വരുമ്പോൾ e raised to x, e raised to x into tan x ന്റെ ഡെറിവേറ്റീവ് 6 square x, e raised to x, then e raised to x ന് നമ്മൾ എന്ത് x equal to 0 എന്നുള്ള വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ tan 0 എന്ന് പറയുന്നത് 0 ആണ്. e raised to 0 1 ആണ്. then e raised to 0 1 6 square 0 1. so 1 into 1 ഫൈനൽ ആൻസർ 1. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കിയേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് cos square x into tan x at x equal to 0? സെയിം വർക്ക് തന്നെ നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണാം. ദെൻ എക്സിന്റെ വാല്യൂ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും? e by dx of cos square x to tan x into ഡെറിവേറ്റീവ് ഓഫ് cos square x എന്ന് പറയുമ്പോൾ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് cos square x sin square x into x സ്ക്വയറിന്റെ എന്താണ്? x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x പ്ലസ് cos square x into ഡെറിവേറ്റീവ് ഓഫ് tan x 6 square x. ഇവിടുന്ന് വേണമെങ്കിൽ തന്നെ ഇതിപ്പോ സിംപ്ലിഫൈ ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടുന്ന് തന്നെ എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്യാം. tan 0 sin 0 sin square 0, then 2 into 0 plus cos square 0 6 square 0. അപ്പോൾ ഇതെല്ലാം tan 0 0 ആണ്, sin square 0 0 ആണ്, then 2 into 0 0 ആണ്, plus cos square 0 1, sec square 0 1. അപ്പോൾ ഫൈനൽ ആൻസർ ഈക്വൽ ടു 1. ഓക്കെ, ദെൻ നമുക്ക് എക്സ്പ്ലനേഷനിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
സിമ്പിൾ. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. സോ ടാൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സിൻ്റെത് 2 കോസ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, എനിവേ ഫൈനൽ ആൻസർ 1 ആണ്. ഇവിടെ ഇപ്പൊ കോസ് സ്ക്വയർ എക്സിനെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? 2 cos x sin x എന്ന് എഴുതിയിട്ടുള്ളത്. കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് ഹോൾ സ്ക്വയർ ആണല്ലോ അല്ലെ. സോ 2 cos എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ഞാൻ കോസ് എക്സ് സ്ക്വയർ എന്നുള്ള കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ള ടേമിലാണ് ഞാൻ ചെയ്തത്. ഇതിപ്പോ എക്സിന്റെ വാല്യൂ 0 പുട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് രണ്ടായാലും സെയിം വാല്യൂ കിട്ടിയത്. ഐ തിങ്ക് ദിസ് ഈസ് കറക്റ്റ്. ഓക്കെ, സോറി ഫോർ മിസ്റ്റേക്ക്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ചെയ്തത് നമുക്കറിയാം കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ് എഴുതുന്നത് എന്താണ്? കോസ് എക്സ് ഹോൾ സ്ക്വയറിനെയാണ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. അല്ലാതെ കോസ് എക്സ് സ്ക്വയറിനല്ല നമ്മൾ എന്ത് പറയണത്? കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. സോ സോറി. തെറ്റുകൾ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒന്നും കൂടി പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? നമ്മളിപ്പോ എന്ത് ചെയ്തത്? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് സ്ക്വയർ എക്സ്, നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിന് പകരമുള്ളത് എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ 2 cos x. അപ്പോൾ 2 cos x ആണ്. സോ ദെൻ ചെയിൻ റൂൾ പ്രകാരം കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഓക്കെ, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് 6 സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ടാൻ എക്സിന്റെ 0 വരുന്നത് കൊണ്ടാണ് ഈ ടേം 0 ആയി പോയത്. ഓക്കെ, ദെൻ അതിപ്പോ എക്സിന്റെ വാല്യൂ നമ്മൾ 0 ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയിട്ടും എനിക്ക് കറക്റ്റ് ആൻസർ വന്നത്. ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മാക്സിമം മിസ്റ്റേക്സ് വരുന്നത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എന്താ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് d by dx? What is the value of d by dx of cos x secant tan x? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ. സോറി, ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. cos x divided by sec x into tan x ആണ് ക്വസ്റ്റ്യൻ. എന്താണ്? d by dx of cos x divided by
sec x into tan x ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓരോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. ഇത് നമ്മൾ ഇവിടെ എന്ത് അപ്ലൈ ചെയ്യും? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു sec x ഇൻറ്റു tan x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x പറയുമ്പോൾ ഇൻറ്റു sin x. ഓക്കെ, മൈനസ്, ഞാൻ മൈനസ് sin x ന്റെ മൈനസ് ആണ് ഇവിടെ പുറത്തിട്ടിരിക്കുന്നത്. ദെൻ cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sec x ഇൻറ്റു tan x. ഡെറിവേറ്റീവ് ഓഫ് sec x ഇൻറ്റു tan x എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂളിൽ എന്താ പറയണത്? ഫസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sec x എന്ന് പറയുന്നത് എന്താണ്? മൈനസ് sec x ഇൻറ്റു tan x അല്ലേ? സോറി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും എല്ലാം കൂടി മിങ്കിളായി ആകെ ഒരു കോംപ്ലിക്കേഷൻ വരും. അതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, ഡെറിവേറ്റീവ് കാണുന്നതിന് മുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഉള്ളത്? cos x ഡിവൈഡഡ് ബൈ sec x ഇൻറ്റു tan x എന്നാണ്. അപ്പോൾ sec x നെ 1 ബൈ cos x എന്ന് എഴുതാം. then tan x നെ sin x ഡിവൈഡഡ് ബൈ cos x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? cos x ഡിവൈഡഡ് ബൈ sin x ഡിവൈഡ് ബൈ cos സ്ക്വയർ x എന്ന് കിട്ടിയല്ലോ. ഇവിടെ ഈ ഒരു ടേം മുകളിൽ റെസിപ്രോക്കൽ ആയിട്ട് പോകുമ്പോൾ എന്ത് വരും? നമുക്ക് ലാസ്റ്റിൽ എന്ത് കിട്ടും? cos x ഇൻറ്റു cos സ്ക്വയർ x എന്ത് വരും? cos ക്യൂബ് x ഡിവൈഡഡ് ബൈ sin x എന്ന് വന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഈ cos x ഡിവൈഡഡ് ബൈ sec x ഇൻറ്റു tan x നമ്മൾ എന്ത് എഴുതി? cos ക്യൂബ് x ഡിവൈഡഡ് ബൈ sin x എന്ന് എഴുതി. ഇനി സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos ക്യൂബ് x എന്ന് പറയുമ്പോൾ 3 cos സ്ക്വയർ x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x മൈനസ് sin x. minus sin x. Okay, then minus cos cube x into ഡെറിവേറ്റീവ് ഓഫ് sin x എന്ന് പറയുമ്പോൾ എന്താണ്? cos x all divided by sin square x. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 3 ഇൻറ്റു sin x, ഇവിടെ ഒരു മൈനസ് ഉണ്ട്,
sin x into sin x sin square x into cos square x minus cos raised to 4x divided by cos square divided by sin square x. Okay. ഈ ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കിട്ടിയത് 3 sin square x into cos square x minus cos raised to 4x divided by sin square x. നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. Then നമുക്ക് എന്ത് കിട്ടും? -3 sin square x cos square x divided by sin square x minus cos raised to 4x divided by sin square x എന്ന് എഴുതാം. ഓക്കെ, അതിനു മുന്നേ ഇവിടെ രണ്ട് ടേമിലും എന്തുണ്ട്? കോസ് സ്ക്വയർ എക്സ് ഉണ്ടല്ലോ, അവിടെ ഒരു കോസ് റേസ് ടു 4x ഇവിടെ ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ടേം ആ ഒരു ടേം അങ്ങനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 3 minus 3 sin square x minus cos square divided by നമ്മളെ താഴെയുള്ള sin square x. അപ്പോൾ ഈ cos square x divided by sin square x എന്താവും? cot square x ആവും. ഇവിടെയുള്ള മൈനസിങ് പുറത്തേക്ക് ഇടാം. സോ ബാക്കി എന്തൊക്കെയുള്ളത്? 3 sin square x രണ്ട് മൈനസ് കൂടി പുറത്തേക്ക് ഇടുമ്പോൾ ഇവിടെ എന്താവും? ഇവിടെ പ്ലസ് ആവും. കോസ് സ്ക്വയർ എക്സ് എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ചെറിയൊരു കോംപ്ലിക്കേഷൻ വന്നു എന്ന് തോന്നുന്നു. നമുക്ക് എക്സ്പ്ലനേഷനിൽ പറയുമ്പോൾ കറക്റ്റ് പറയാം. അപ്പൊ നമുക്ക് ഫൈനലിൽ കിട്ടിയത് എന്താണ്? മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു 3 sin square എക്സ് പ്ലസ് കോസ് സ്ക്വയർ. എക്സ്പ്ലനേഷനിൽ ഞാൻ പറയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ cos x divided by sec x into tan x ആണ്. സോ cos x ന് അതേപോലെ എഴുതി, sec x ന് 1 by cos x എന്നും tan x ന് sin x divided by cos x എന്നും എഴുതി. സോ ഈ ഡിനോമിനേറ്ററിലുള്ള sin x by cos x ഇവിടെ ഒരു 1 by cos x ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്ററിൽ sin x divided by cos square x എന്ന് വരും. ഓക്കെ, ഈ cos square എക്സും ഡിനോമിനേറ്ററിലുള്ള cos എക്സും കൂടിയിട്ടാണ് എന്ത് വരുന്നത്? cos cube എക്സ് വരുന്നത്. സോ നമുക്ക് ലാസ്റ്റ് ഈ ഒരു ടേമിനെ നമ്മൾ cos cube എക്സ് ഡിവൈഡ് ബൈ sin എക്സ് എന്നുള്ള ഒരു ടേമിലേക്ക് നമ്മൾ എന്തൊക്കെ മാറ്റി എഴുതി. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. കോഷൻ റൂളിൽ നമുക്ക് എന്താ അറിയാം? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos cube എക്സ് മൈനസ് cos cube എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x ഡിവൈഡ് ബൈ sin x ഹോൾ സ്ക്വയർ. അതായത്
second function into derivative of first function minus first function into derivative of second function divided by second function all square എന്നാണ് നമുക്കുള്ളത്. Okay, then നമ്മൾ എന്താണ് നെക്സ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യാണ്. സോ സൈൻ എക്സ് നമ്മൾ സൈൻ എക്സ് എന്ന് എഴുതി. ദെൻ കോസ് ക്യൂബ് എക്സിന് -3 കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു എന്താണ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ലേ. നമ്മൾ എക്സ് ക്യൂബിന് എങ്ങനെ എഴുതാം? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3x² ഇൻറ്റു ദെൻ എക്സിന്റെ ടേമിൽ പകരം ഇവിടെ എന്താണ് കോസ് ആയതുകൊണ്ട് കോസിന്റെ ഡെറിവേറ്റീവ് കൂടി, അതാണ് ഇവിടെ ഒരു സൈൻ എക്സ് കൂടി വന്നത്. ദെൻ മൈനസ് കോസ് ക്യൂബ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പറയുന്നത് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? മുകളില് ഇവിടെ എന്തിട്ടി 3 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഫസ്റ്റ് ടേമിൽ വന്നു. ദെൻ സെക്കൻഡ് ടേമിൽ കോസ് റേസ് ടു 4x ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ടേമിലും എന്തുണ്ട്? കോസ് സ്ക്വയർ എക്സ് വരുന്നുണ്ട്. ആ കോസ് സ്ക്വയർ എക്സിനെ നമ്മൾ എന്താക്കി പുറത്തേക്ക്. ദെൻ ആ പുറത്തേക്ക് എടുത്ത കോസ് സ്ക്വയർ എക്സും ഇവിടെ താഴെയുള്ള സൈൻ സ്ക്വയർ എക്സും കൂടിയും ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ മൈനസ് കോസ് സ്ക്വയർ എക്സ് കിട്ടുന്നത്. സോ ബാക്കി ഉള്ളിൽ എന്തേ ഉള്ളൂ? ഇവിടെ ഇപ്പൊ ഈ ഒരു ടേം പോയി. ദെൻ ഇവിടുന്ന് കോസ് സ്ക്വയർ 4x ബാക്കി സൈൻ കോസ് സ്ക്വയർ എക്സ് മാത്രമേ ഉള്ളൂ. സോ 3 ഇവിടെ ഈ ടേമിൽ മൈനസ് ഉണ്ട്, ഈ ടേമിൽ മൈനസ് ഉണ്ട്. ആ രണ്ട് മൈനസും കൂടി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടാണ് ഇവിടെ മൈനസ് കോട്ട് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ മൈനസ് എടുത്താൽ അവിടെ പ്ലസ് ആവും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. എനിവേ സിമ്പിൾ ആണ്, അതൊരു കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നമുക്കൊരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്നത്. സോ ഒന്ന് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.